ഒരു ഫ്ലാറ്റ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതികൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചെക്ക് ചെയ്താൽ വലിയ നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഇതിൽ പറഞ്ഞുതരാം. ഒരു ഫ്ലാറ്റ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതി ധാരാളം കാര്യങ്ങളുണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വീഡിയോയിൽ പറയാം. നിങ്ങളൊരു ഫ്ലാറ്റ് വാങ്ങി, അതിൻ്റെ നോംസ് എന്തൊക്കെ പ്രിക്കോഷൻ വൈൽ പർച്ചേസിങ് എ ഫ്ലാറ്റ് ദർ ആർ ലോട്ട് ഓഫ് പ്രിലിമിനറി പ്രീ റിക്വസ്റ്റ്സ് ദാറ്റ് യു ഹാവ് എക്സിക്യൂട്ടഡ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, 6-7 പോയിന്റ് ഉണ്ട്. അതെല്ലാം നിങ്ങൾ ഫുൾഫിൽ ചെയ്ത് ആ ഫ്ലാറ്റ് വാങ്ങി. പക്ഷേ ഫ്ലാറ്റ് വാങ്ങി ഏതാണ്ട് 1 വർഷം 1.5 വർഷമൊക്കെ ആകുമ്പോൾ അത് ചോർന്നൊലിക്കുന്നു, അല്ലെങ്കിൽ പൊട്ടൽ വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് വാങ്ങി, ആ ഫ്ലാറ്റിൽ അംബാസഡറായിട്ട്, അതായത് അവരുടെ ആ ഒരു സെല്ലിംഗ് അംബാസഡർ ഉണ്ടല്ലോ, പരസ്യത്തിൽ വരുന്ന വ്യക്തി ഒരു പ്രമുഖ സിനിമാ നടനാണ് എന്നങ്ങ് വിചാരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളൊരു നോൺ ബിൽഡറിൻ്റെ ഫ്ലാറ്റ് വാങ്ങി അതിന് വളരെ പഴക്കമുണ്ട്. 10-20 വർഷമൊന്നും ആവരുത്. ഒരു 1-1.5 വർഷം കഴിയുമ്പോൾ ആ ഫ്ലാറ്റിന് ചോർച്ച ഉണ്ടാവുകയോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മോശമായ കൺസ്ട്രക്ഷനൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേസ് ഫയൽ ചെയ്യാം. ആർക്കെതിരെ കേസ് ഫയൽ ചെയ്യാം? ബിൽഡറിനെതിരെ മാത്രമല്ല. ഈ ഫ്ലാറ്റ് നിങ്ങൾ വാങ്ങാൻ കാരണം ഒരു പ്രമുഖ സിനിമാ താരം പരസ്യത്തിൽ വരികയാണ്. അയാളുടെ വാക്ക് വിശ്വസിച്ചാണ് നിങ്ങൾ ആ ഫ്ലാറ്റ് വാങ്ങുന്നത്. അപ്പം ജോയിന്റ്ലി ആൻഡ് സെവറലി ഈ മോഡലായിട്ട് വന്ന സിനിമാ താരവും ബിൽഡറിനോടൊപ്പം ലയബിളാവും. ഇതിലൊക്കെ വന്ന് അഭിനയിക്കുന്നവർ മനസ്സിലാക്കിയാൽ കൊള്ളാം. എന്തുകൊണ്ട് അവരിതിലൊന്നും ചെന്ന് ചാടുന്നില്ല എന്ന് വെച്ചാൽ വാങ്ങുന്ന ആളുകൾക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടാവില്ല. പുതിയ കാർ ഇറങ്ങി, അതിലിപ്പം വലിയ ഹിന്ദിയിലൊരു സിനിമാ നടൻ വന്നു. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ആപ്പ് സമീപകാലത്തുണ്ടായി, അതിലൊരു സിനിമാ നടൻ വന്നു, എൻ്റെ കാശ് നഷ്ടമായി. അയാൾ വന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. കാരണം അതുകൊണ്ടാണല്ലോ ഇത് കോടിക്കണക്കിൻ്റെ വലിയ വലിയ നടന്മാരെ കൊണ്ടുവരുന്നത്. ഞാൻ ഭയങ്കര ജ്വല്ലറി വാങ്ങി, അതിനകത്തൊരു പ്രമുഖ സിനിമാ നടിയുടെ പരസ്യം ഉണ്ടായിരുന്നു, അവരെ വാക്ക് വിശ്വസിച്ചാണ് വാങ്ങിയത്. ഇതിൽ മോഡലായിട്ട് വരുന്നവർക്ക് ഇതെന്റെ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ നല്ല വക്കീലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ച് അവരുടെ പ്രോപ്പർട്ടി അവർ അറ്റാച്ച് ആയി പോകും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ എന്തായാലും ഇപ്പൊ ഈ വീഡിയോയിൽ പറയുന്നത്? നിങ്ങൾ എന്തെങ്കിലും ഒരു ഫ്ലാറ്റോ ജ്വല്ലറിയോ കാറിന്റെ കേസ് ഞാൻ അടുത്ത വീഡിയോ പറയാം. വാങ്ങി, പക്ഷെ പറഞ്ഞ പോലെ അവർ ഓഫർ ചെയ്ത ഒന്നും അതിനകത്തില്ല, കേസ് ഫയൽ ചെയ്യാം. അത് കൺസ്യൂമർ കോർട്ടിലാണ് പോകുന്നത്. ഈ കേസുകളൊക്കെ കൺസ്യൂമർ കോർട്ടിലാണ് പോകുന്നത്. പക്ഷേ കൺസ്യൂമർ കോർട്ട് എന്ന് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ടൊന്നും വിചാരിക്കരുത്. ഈ മറ്റു കോടതികളെ പോലെ വളരെ സ്ട്രോങ് ആണ് കൺസ്യൂമർ കോർട്ടും. വിധി വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കൊടുത്തേ പറ്റുള്ളൂ. ഇവിടത്തെ പോലെയും അല്ല. അമേരിക്കയിലൊക്കെ അപ്പോളോ ടയേഴ്സ്, നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അപ്പോളോ ടയേഴ്സ് ലോകമെമ്പാടുള്ള ബ്രാൻഡാണ്. അതുപോലെ ഒരു ടയർ കമ്പനി, ഏതുപോലെ അപ്പോളോ ടയേഴ്സ് പോലെയാണ് ഒരു ബ്രാൻഡ് കമ്പനി അമേരിക്കയിലുണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കയിൽ മിനിമം 130 കിലോമീറ്റർ സ്പീഡൊക്കെയാണ് ഹൈവേയിലുള്ളത്. അപ്പോൾ ഏതോ ഒരു കാറിൻ്റെ ടയർ പൊട്ടി, ബാക്കിൽ വരുന്ന 100 കാറാണ് ഇടിച്ചത്. ആ ടയർ കമ്പനി ഏതാണ്ട് 365-67 കോടി എന്തോ, നിങ്ങളതിന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. ഡാമേജ് കൊടുക്കേണ്ടി വന്നു. ആർക്ക്? ഈ കാറിൻ്റെ ഉടമസ്ഥന്. ചിലപ്പോൾ ഇവരെല്ലാവരും കൂടെ ഈ ഡാമേജ് എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അമേരിക്കയിലെ കാർ ആക്സിഡന്റിൽ ടയർ കമ്പനി കൊടുത്ത ഡാമേജ് എത്രയാണെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത് കൺസ്യൂമർ കോർട്ടിനെ നമ്മൾ വളരെ ചെറുതായി കാണരുത്. അവരുടെ ഓർഡർ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രാൻഡ് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് ഒരു സിനിമാ നടിയുടെയോ ഒരു സിനിമാ നടൻ്റെയോ പരസ്യം കണ്ടിട്ടാണ്, അയാളാണ് ഈ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നിങ്ങൾക്ക് ലീഗലി കേസെടുക്കാം. അവരുടെ പ്രോപ്പർട്ടി വരെ അറ്റാച്ച് ചെയ്യാം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.